people, welcome to another episode of Atsomia. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ റെലവൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ എറയിൽ അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ക്രൗഡിനെ വളരെ ഈസിയായി വളരെ എഫക്റ്റീവായി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസിബിൾ വേ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്നാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? മാർക്കറ്റിംഗ് ഫീൽഡിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ തന്നെ റെലവൻ്റ് ആണ് ബ്രാൻഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെനാരിയോയിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് സർവീസസ് ഒരു വൈഡർ റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ അത് എത്രത്തോളം പവർഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ എറയിൽ ഫോട്ടോസിന്റെയും വീഡിയോസിന്റെയും സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വായനയെക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ്. ഇവൻ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിൽ തന്നെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ വാല്യൂ കൂടാറുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡിന്റെ കാര്യം പറയാനുണ്ടോ? ഇതേ സെയിം ടെക്നിക്കാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഏത് കോണ്ടന്റിലുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണോ ആ മീഡിയം യൂസ് ചെയ്ത് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ഐഡന്റിറ്റി കൂടിയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഫോട്ടോസും വീഡിയോസും ജെന്യുവൻ ആവേണ്ടതും റിയലിസ്റ്റിക് ആവേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് പ്രൊഡക്ഷന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. ഞങ്ങളുടെ ടീം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് ആംബിയൻസിലുള്ള ഫോട്ടോസും വീഡിയോസും ആണോ വേണ്ടതെന്ന് മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്യുന്നു. ആൻഡ് DM ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഏത് രീതിയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റേഞ്ച് ഓഫ് ആളുകളിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ഹൗ വി ഫംഗ്ഷൻ. ഇനി പ്രൊഡക്ഷൻ്റെ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻസിന് വേണ്ടിയുള്ള ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ മുതൽ ക്യാമ്പയിൻസിനും പ്രൊമോഷൻസിനും വേണ്ടിയുള്ള ഹൈ കോസ്റ്റ് പ്രൊഡക്ഷൻ വരെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പ്രത്യേകം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെറുതെ നെറ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്താൽ പോരേന്നൊക്കെ. പക്ഷെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കമ്പനി എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണ്, റിലയബിൾ ആണ്, ആക്സസിബിൾ ആണ് എന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഈസിയസ്റ്റ് വേ ആണ് നമ്മുടെ പ്രോഡക്ട്സ് തന്നെ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. വെറുതെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷെ സ്വന്തം പ്രോഡക്ട്സ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. അപ്പോൾ ദാറ്റ് വാസ് ടുഡേയ്സ് വീഡിയോസ് ഓൾ അബൌട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അണ്ടിൽ ദെൻ ബൈ.